എന്താണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ യഥാർത്ഥ കാരണം? ജൂൺ 12 ഉച്ചയ്ക്ക് 1:38 പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകം അടുത്തുള്ള കെട്ടിടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. യഥാർത്ഥ കാരണം അവ്യക്തമാണെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് റാറ്റിനെ കുറിച്ച്. വിമാനാപകടത്തിൻ്റെ നമ്മളെല്ലാവരും കണ്ട ഈ വീഡിയോയിലുള്ള ഈ ഭാഗത്ത് കണ്ടത് റാം എയർ ടർബൈൻ ആണെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റാറ്റ് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം? വലിയ രീതിയിലുള്ള വൈദ്യുതി തകരാറോ അല്ലെങ്കിൽ ഇരട്ട എൻജിൻ ഫെയിലറോ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഓട്ടോമാറ്റിക്കായി റാറ്റ് പുറത്തു വരുന്നത്. അല്ലാതെയും ഇത് പ്രവർത്തിപ്പിക്കാനുള്ള മാനുവൽ സ്വിച്ച് വിമാനത്തിൽ നൽകിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ വിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. റേഡിയോ സംവിധാനങ്ങളും അതുപോലെ ലാൻഡിംഗ് സമയത്ത് ലാൻഡിംഗ് ഗിയർ താഴ്ത്താനുമൊക്കെ ഇതിൽ നിന്ന് വൈദ്യുതി വിമാനത്തിൽ ലഭിക്കുന്നു. എൻജിൻ ഫെയിലർ ആവുന്ന ഘട്ടങ്ങളിൽ വിമാനത്തെ ഗ്ലൈഡ് ചെയ്ത് പൈലറ്റുമാർക്ക് അടുത്തുള്ള വിമാനത്താവളം വരെ എത്തിച്ച് ലാൻഡ് ചെയ്യിപ്പിക്കാൻ ഇത് അവരെ സഹായിക്കുന്നു. ചുരുക്കത്തിൽ റാറ്റ് എന്നത് എൻജിൻ തകരാറിലാവുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വൈദ്യുതി തകരാറിലാവുന്ന ഘട്ടങ്ങളിൽ വിമാനത്തിൻ്റെ ഒരു ലൈഫ് ലൈനായി പ്രവർത്തിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ വിമാനം പറന്നുയർന്ന ഉടനെയായിരുന്നു അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ റാറ്റിൻ്റെ പ്രവർത്തനം ഈ ഉയരത്തിൽ എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും എന്നത് കണ്ടെത്തേണ്ട കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് അഹമ്മദാബാദ് വിമാനത്തിൻ്റെ വീഡിയോയിലുള്ള ശബ്ദമാണ്. ഇത് മറ്റൊരു വിമാനം റാറ്റ് ഉപയോഗിച്ച് ലാൻഡ് ചെയ്തപ്പോൾ കേട്ട ശബ്ദമാണ്. സൂക്ഷിച്ചു കേട്ടാൽ ഇതിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ ഏകദേശം ഒരുപോലെയാണെന്ന് നമ്മൾക്ക് മനസ്സിലാവും. കൂടാതെ ഈ അപകടത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ പറഞ്ഞത് ക്രാഷ് ആവുന്നതിന് മുമ്പ് പാസഞ്ചർ ക്യാബിനിൽ ലൈറ്റുകൾ മിന്നിമറഞ്ഞിരുന്നു എന്നാണ്. ഇതും വിരൽ ചൂണ്ടുന്നത് റാറ്റിൻ്റെ സാധ്യതകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിന് കാര്യമായ വൈദ്യുതി തകരാറോ ഹൈഡ്രോളിക് തകരാറോ അല്ലെങ്കിൽ ഇരട്ട എഞ്ചിനുകളും ഒരേ സമയം ഫെയിലായിരിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ചിലപ്പോൾ ഇതൊക്കെ വെറും നിഗമനങ്ങൾ മാത്രമായിരിക്കാം. ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.